ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട് ഫുഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മധുരയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാനിവിടെ ഉണ്ടാവും. അത്രയും സമയം എന്തൊക്കെ കഴിക്കുന്നോ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇൻ മധുരൈ. അപ്പോൾ നമ്മൾ മധുരയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് KMS അയ്യർ ടിഫിൻ സെൻറ്ററിലാണ്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാ വീഡിയോസിലും ഇവിടുത്തെ സ്പെഷ്യൽ ഇഡ്ഡലി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി വാങ്ങി. ഇഡ്ഡലിയുടെ കൂടെ കറിയായിട്ട് 2 ടൈപ്പ് ചട്നിയും സാമ്പാറുമാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു വടയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ജീരക ചെമ്പ മട്ടൺ ബിരിയാണി. മാത്രമല്ല കോല ഉരുണ്ടയും. അപ്പൊ നിറയെ മസാലയുള്ള ചെറിയ റൈസും അതിൻ്റെ കൂടെ നല്ല 2 മട്ടൺ പീസും എല്ലാം കൂടെ സാലഡിൻ്റെയും മട്ടൺ ഗ്രേവിയുടെയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ്. ആഹാ, അതിൻ്റെ കൂടെ സൈഡായിട്ട് 2 കോല ഉരുണ്ടയും കൂടെ വരുമ്പോൾ സംഭവം വേറെ ലെവലാണ്. അപ്പം ഞാനിത് കഴിയത് അംസവല്ലി ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നല്ല അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതുവഴി ഞാൻ നടന്നു പോയപ്പോൾ റോഡ് സൈഡിൽ കണ്ടൊരു സംഭവമാണ് ഈ കോക്കനട്ട് സ്റ്റെം. അത് കണ്ട് കൗതുകം തോന്നിയിട്ട് ഞാൻ അതും ട്രൈ ചെയ്തു. ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നെങ്കിലും ഒരുപാട് ഔഷധ ഗുണമുള്ള സംഭവമാണ് ഇതെന്നാണ് കേട്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് മധുരൈ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് നമ്മുടെ പരുത്തിപ്പാൽ. ഒരുപാട് ഔഷധ ഗുണങ്ങളും വയറിനൊക്കെ നല്ല സമാധാനം കിട്ടുന്നൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോട്ടൺ സീഡാണ് വരുന്നത്. അതിൻ്റെ കൂടെ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തത് ശ്രീ ശാസ്ത പരുത്തിപ്പാൽ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ മധുരയിലെ ഏറ്റവും സൂപ്പർ റിഫ്രഷിംഗ് ഡ്രിങ്ക് ജിഗർ തൻ്റെ കൂടെ കുടിച്ചാണ് ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിച്ചത്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ വിളക്കത്തൂൺ ഹനീഫ ജിഗറിൻ്റെ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ മധുരയിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ until next time, bye from Tamil Tales.